നമസ്കാരം. എന്നാലും മനോരമയിലെ അയ്യപ്പദാസിന് ഈ ഗതി വന്നല്ലോ. കോൺഗ്രസിന് വേണ്ടി രാവന്തിയോളം പണിയെടുത്തിട്ട് അധികാരത്തിൽ വന്നപ്പോൾ BRM ഹിക്ക, ഏത് മനോരമ തന്നെ താരമാക്കിയ BRM ഹിക്ക അയ്യപ്പദാസിന്റെ മുഖത്ത് നോക്കി വിളിച്ചത് എന്താണ് നിങ്ങൾ കേട്ട? ഇല്ലെങ്കിൽ നിങ്ങൾ കേൾക്കണം. ഒരു തിട്ടൂരവും ശ്രീ BR ഷഫീറിനില്ല. അത്രേ ഉള്ളൂ. ഈ ചാനൽ ചർച്ചയിൽ പങ്കെടുക്കുന്ന കോൺഗ്രസ് പ്രതിനിധിയോട് ചോദിക്കാനുള്ളതേ ചോദിക്കാവൂ. ഊച്ചാളിത്തരം പറയരുത്. ചാനൽ ചർച്ചയിൽ ആങ്കറായിട്ട് വന്നിരുന്നിട്ട് ശ്രീ ഷഫീറെ, ഊച്ചാളിത്തരോ? ചോദിക്കാനുള്ളത് ചോദിക്കാവുന്നോ? ഞാൻ ചോദിക്കാൻ പാടില്ലാത്ത ഒരു ചോദ്യം. ഒരു സെക്കൻഡ്, ഞാൻ ചോദിക്കാൻ പാടില്ലാത്ത ഏത് ചോദ്യം ചോദിച്ചാൽ അത് പറഞ്ഞിട്ട് പോയാൽ മതി. ഊച്ചാളിത്തരോ? എന്ത് ഊച്ചാളിത്തരം? ഊച്ചാളിത്തരോ? എന്ത് ഊച്ചാളിത്തരം? അല്ല, അയ്യപ്പദാസ് കേട്ടല്ലോ. ഇനി മുതൽ ഊച്ചാളി അവതാരകൻ അയ്യപ്പദാസിന് എന്തുകൊണ്ടും കോൺഗ്രസ് താരകനെ ഇട്ടുകൊടുത്തിരിക്കുന്ന പേര് ഊച്ചാളി അവതാരകൻ. ഇതിനേക്കാൾ മികച്ചൊരു പുരസ്കാരം ഇനി അയ്യപ്പദാസിന് അദ്ദേഹത്തിന്റെ കരിയറിൽ കിട്ടാനില്ല. എന്തോരം വെള്ളം കോരിയതാണ്. കോൺഗ്രസിന് വേണ്ടി ഓവർ ടൈം പണിയെടുത്തുകൊണ്ടിരുന്ന ഒരു അവതാരകനെ അവസാനം അവർ എത്തേണ്ടിടത്ത് എത്തിക്കഴിഞ്ഞപ്പോൾ എന്താണ് യഥാർത്ഥ കോൺഗ്രസ്സുകാരെന്ന് ഹിക്ക അയ്യപ്പദാസിന് തുറന്ന് കാണിച്ചു കൊടുത്തു. കാര്യം, പാലം കടക്കുവോളം നാരായണ, പാലം കടന്നു കഴിഞ്ഞാൽ പൊട കുരാണ എന്നുള്ള രീതിയിൽ അയ്യപ്പദാസിനെ പൊട ഊച്ചാളി എന്ന രീതിയിൽ ഹിക്ക ഇന്നലെ ചർച്ചയിൽ അപമാനിച്ചു വിടുമ്പോൾ കേരളത്തിൽ കോൺഗ്രസിന് വേണ്ടി പണിയെടുത്ത അവതാരകന്മാർക്കെല്ലാം ഇനി കാത്തിരിക്കുന്ന എന്താണ് നമ്മൾ കാണുകയാണ്. കാര്യം, ഇവരെ കുറിച്ച് അറിയില്ല. കാര്യം കാണാൻ വേണ്ടി വളരെ വിനീതദാസന്മാരായിട്ടൊക്കെ ഒപ്പം ചേർന്ന് കാര്യം കണ്ടതിന് ശേഷം ഒരു ചർച്ചയിലിരുന്നിട്ട് അയ്യപ്പദാസ് ഒരു കോൺഗ്രസ്സുകാരനായ BRM സുൽത്താനോട് എന്ത് ചോദിക്കണം എന്ന് ആലോചിച്ച് വേണം ചോദിച്ചോളാൻ. ഇങ്ങനെയൊക്കെ നിങ്ങൾ കഴിഞ്ഞ 10 വർഷത്തിനിടെ എന്തെങ്കിലും കാഴ്ച കണ്ടിട്ടുണ്ടോ? പക്ഷേ നമ്മുടെ കാഴ്ചകൾ ഇപ്പോ ഇത്രത്തോളം നയന മനോഹരമാണ്. ഞാൻ ചോദിക്കാൻ പാടില്ലാത്ത ഏത് ചോദ്യം ചോദിച്ചാൽ അത് പറഞ്ഞിട്ട് പോയാൽ മതി. ഊച്ചാളിത്തരോ? എന്ത് ഊച്ചാളിത്തരോ? അങ്ങനെ ചോദിക്കും. ശ്രീ ഷഫീർ, ചോദിക്കാം. അവർ ഭരണത്തിലിരിക്കുന്നു. നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ ഈ ഹെലികോപ്റ്റർ എന്നുള്ള വിഷയം തന്നെ പറയാൻ എന്ത് മോറൽ റൈറ്റ് ആണുള്ളത്? അങ്ങനെ ചോദിക്കും. ശ്രീ ഷഫീർ, ഓവറാക്കരുത് കേട്ടോ, ഓവറാക്കരുത്. അല്ല, ഒരു സെക്കൻഡ് ശ്രീ ഷഫീറെ, ഓവറാക്കരുത്. അങ്ങോട്ടും ഇങ്ങോട്ടും ബഹുമാനമൊക്കെ ശരി, ഓവറാക്കരുത്. എനിക്ക് നേരത്തെ ഒരു ചോദ്യം ബ്രീഫ് ചെയ്ത് തന്നു, ഞാൻ ക്ഷമിച്ചു. എന്നിട്ട് ഞാൻ ചോദിക്കുമ്പോൾ അങ്ങനെ ചോദിക്കുന്നത് അമ്മാതിരി ഡയലോഗൊന്നും വേണ്ട. ഓക്കെ, എനിക്കുണ്ട്. എന്നോട് എന്താ അങ്ങനെ ചോദിക്കുന്നൊക്കെ പറയാൻ താനാരാ? അങ്ങനെ ചോദിക്കുന്നത് പറയാനൊക്കെ ശ്രീ ഷഫീർ ആരാ? എന്ത് മര്യാദ? എന്നെ പഠിപ്പിച്ച്, എന്നെ ചോദ്യം പഠിപ്പിച്ച് ഞാനത് ചോദിക്കുമ്പോൾ അങ്ങനെ ചോദിക്കുന്ന ബ്രീഫ് ചെയ്യാൻ, അങ്ങനെ ചോദിക്കുന്ന അകമ്പടി പറയാൻ താങ്കൾ ആരാണ് ശ്രീ ഷഫീർ? തിരിച്ചും വേണ്ട. അധികാരത്തിന്റെ ഹുങ്ക് കാണിക്കരുത് ഷഫീർ, അധികാരത്തിന്റെ ഹുങ്ക് കാണിക്കരുത്. എന്ത് വരട്ടല്? ഒരു വരട്ടലും ഇല്ല. എന്നെ മാധ്യമ പാഠം പഠിപ്പിക്കും വേണ്ട. ഞാൻ ചോദ്യം ചോദിക്കുമ്പോ അങ്ങനെ ചോദിക്ക് എന്നോട് കമാൻഡ് ചെയ്യാനുള്ള റൈറ്റും ശ്രീ BR ഷഫീറിനില്ല. അത്രേ പറഞ്ഞുള്ളൂ. ആര് പറഞ്ഞു? താങ്കൾ റീവൈൻഡ് ചെയ്ത് കേട്ടാ മതി. പ്രേക്ഷകർ കാണുന്നുണ്ട്. റീവൈൻഡ് ചെയ്ത് കേട്ടാ മതി എന്ത് ഭാഷ എന്നോട് സംസാരിച്ചെന്ന്. ഞാൻ ശ്രീ ഷഫീറോട് ചോദിക്കാനുള്ളത്, ഞാൻ ശ്രീ സജീഷോടും ചോദിക്കാനുള്ളത്. മനസ്സിലായില്ലേ? അത് പറയുമ്പോ അങ്ങനെ ചോദിക്കുന്നത് തിട്ടൂരൊന്നും ഇവിടെ ഇറക്കാൻ പറ്റില്ല. ഒരു തിട്ടൂരം ഇവിടെ ഇറക്കാൻ പറ്റില്ല ശ്രീ ഷഫീർ. ഒരു സംശയക്കാര്യത്തിൽ വേണ്ട. ഒന്നും വേണ്ട. ഒരു അയ്യപ്പാസിനെയും പ്രശ്നമില്ല. താങ്കൾ ആലോചിച്ച് നോക്കിയാൽ എന്നോട് എന്തൊക്കെയാ പറഞ്ഞത്. ഞാൻ ചോദിക്കുന്ന ചോദ്യം ചോദിക്കുമ്പോൾ അങ്ങനെ ചോദിക്കുന്നു പറയാനുള്ള ഒരു റൈറ്റും ഒരു തിട്ടൂരവും ശ്രീ BR ഷഫീറിനില്ല. അത്രേ ഉള്ളൂ. ഈ ചാനൽ ചർച്ചയിൽ പങ്കെടുക്കുന്ന കോൺഗ്രസ് പ്രതിനിധിയോട് ചോദിക്കാനുള്ളതേ ചോദിക്കാവൂ. ഊച്ചാളിത്തരം പറയരുത്. ചാനൽ ചർച്ചയിൽ ആങ്കറായിട്ട് വന്നിരുന്നിട്ട്. ശ്രീ ഷഫീറെ, ഊച്ചാളിത്തരോ? ചോദിക്കാനുള്ളത് ചോദിക്കാവുന്നോ? ഞാൻ ചോദിക്കാൻ പാടില്ലാത്ത ഒരു ചോദ്യം. ഒരു സെക്കൻഡ്, ഞാൻ ചോദിക്കാൻ പാടില്ലാത്ത ഏത് ചോദ്യം ചോദിച്ചാൽ അത് പറഞ്ഞിട്ട് പോയാൽ മതി. ഊച്ചാളിത്തരോ? എന്ത് ഊച്ചാളിത്തരോ? എന്ത് ഊച്ചാളിത്തരം? അല്ല, അയ്യപ്പദാസ് ഒരു സെക്കൻഡ്, ഞാൻ ചോദിക്കാൻ പാടില്ലാത്ത ഏത് ചോദ്യം ചോദിച്ചാൽ അത് പറഞ്ഞിട്ട് പോയാൽ മതി. ഊച്ചാളിത്തരോ? എന്ത് ഊച്ചാളിത്തരോ? എന്ത് ഊച്ചാളിത്തരം? അല്ല, അയ്യപ്പദാസ് ഞാൻ ചോദിക്കാൻ പാടില്ലാത്ത ഈ 8:38 ഞാൻ ചൊറിയാൻ വന്നപ്പോഴാണ്. ഞാൻ കേട്ടോണ്ടിരിക്കില്ല ശ്രീ ഷഫീർ, കേട്ടോണ്ടിരിക്കില്ല. എന്നെ കയറി ചൊറിയാൻ വന്നപ്പോഴാണ്. ഞാൻ ശ്രീ സജീഷോട് എന്ത് ചോദിക്കണം ആദ്യം എന്നെ ബ്രീഫ് ചെയ്തു. താങ്കൾക്ക് എന്ത് റൈറ്റാ? ശരി, പോട്ടെ. ഞാൻ നിങ്ങൾ ഉപയോഗിക്കാൻ പാടില്ലാത്ത പദപ്രയോഗം
നിങ്ങൾ ഉപയോഗിക്കാൻ പാടില്ലാത്ത പദപ്രയോഗം ഉപയോഗിക്കണ്ട. ഞാൻ ഉപയോഗിച്ചോ? അത് അതിന്റെ വഴിക്കും കിട്ടും. ഞാൻ ഉപയോഗിച്ചോ? എന്നോട് ചോദിക്കുന്ന ഞാൻ ഉപയോഗിച്ചോ? ഏത് വാക്ക്? ഇപ്പൊ പറ, ഏത് വാക്ക്? എന്ത് ചെയ്തു? ഞാൻ താങ്കളെ ഡിക്റ്റേറ്റ് ചെയ്തില്ല. എന്നെ കയറി ചൊറിയാൻ വന്നപ്പോഴാണ്. ഞാൻ കേട്ടോണ്ടിരിക്കില്ല ശ്രീ ഷഫീർ, കേട്ടോണ്ടിരിക്കില്ല. എന്നെ കയറി ചൊറിയാൻ വന്നപ്പോഴാണ്. ഒന്നും ഞാൻ ചോദ്യം ചോദിക്കുമ്പോൾ അങ്ങനെ ചോദിക്കുന്ന ഒരു റൈറ്റും ഒരു ചർച്ചയിൽ പങ്കെടുക്കുന്ന കോൺഗ്രസിനെ പ്രതിനിധിക്കില്ല, ഈ സ്ഥാപനത്തിലില്ല, ഈ ചാനലിലില്ല. ശ്രീ ഷഫീർ മനസ്സിലാക്കിക്കോളൂ. അങ്ങ് നിങ്ങൾക്കുമില്ല. ഞാൻ എന്ത് ചെയ്തു? ഞാൻ താങ്കളെ ഡിക്റ്റേറ്റ് ചെയ്തില്ല. എന്നെ കയറി ചൊറിയാൻ വന്നപ്പോഴാണ്. ഞാൻ കേട്ടോണ്ടിരിക്കില്ല ശ്രീ ഷഫീർ, കേട്ടോണ്ടിരിക്കില്ല. എന്നെ കയറി ചൊറിയാൻ വന്നപ്പോഴാണ്. ഞാൻ ശ്രീ സജീഷോട് എന്ത് ചോദിക്കണം എന്ന് ആദ്യം എന്നെ ബ്രീഫ് ചെയ്തു. താങ്കൾക്ക് എന്ത് റൈറ്റാ? ശരി പോട്ടെ, ഞാൻ ചോദിക്കുമ്പോ അങ്ങനെ ചോദിക്കുന്നു. താങ്കൾ ആരാ ശ്രീ ഷഫീറെ? കെ സുധാകരൻ പറഞ്ഞൊരു വാചകമുണ്ട്, അത് മാത്രമാണ് അയ്യപ്പദാസിനോട് പറയാനുള്ളത്. എരന്ന് വാങ്ങിയാണ് നിങ്ങൾ, ഇതൊക്കെ എരന്ന് വാങ്ങിയതാണ്. ഇന്നലകളിൽ മാന്യമായി ഇടപെട്ടിരുന്നവർ, അനാവശ്യമായിട്ട് നിങ്ങളുടെ തള്ളിക്കയറ്റത്തെ തടഞ്ഞിരുന്നവർ, അവരൊക്കെ മോശക്കാരാണ്. ഇവരെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ചിരിക്കുന്നവരാണ്, കൂടെ ഇരുത്താം, സുഹൃത്തുക്കളാണ്, തോളിക്കൈയിട്ട് നടക്കും. ഈ തോളിക്കൈയിട്ടോട് നടക്കുന്നവന്മാരുടെ റിയൽ സ്വഭാവം എന്താണെന്ന് അയ്യപ്പദാസന്മാർ തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. വിദഗ്ധമായിട്ട് അവതാരകനാണ്, നിഷ്പക്ഷനാണ് എന്ന് തോന്നിക്കുന്ന പോലെയൊക്കെ കോൺഗ്രസിന് വേണ്ടി പണിയെടുക്കുകയും ചോദ്യങ്ങളിലൂടെ പോലും പലപ്പോഴും കോൺഗ്രസ് അനുകൂല നിലപാടുകൾ സൃഷ്ടിക്കാൻ ശ്രമിച്ച അയ്യപ്പദാസിനെ പോലുള്ളവരെയൊക്കെ ഊച്ചാളി അവതാരകൻ എന്ന് പറയുമ്പോൾ കോൺഗ്രസ്സുകാർ എങ്ങനെയാണ് ചില അവതാരകരെ മനസ്സിൽ കണ്ടിട്ടുള്ളത്? പുറത്ത് ഇവരെ മുന്നിലൊക്കെ വളരെ വിനീതദാസന്മാരായിട്ടൊക്കെ അഭിനയിക്കുന്നുണ്ടെങ്കിലും ഉള്ളാലെ ഇവരെ കുറിച്ചുള്ള വിലയിരുത്തൽ എന്താണെന്ന് കൃത്യമായി നാട്ടുകാർ കാണേണ്ട കാഴ്ചയാണ്. ഊച്ചാളി അവതാരകനായിട്ട് ഇനി മുതൽ മാധ്യമ മേഖലയിൽ അയ്യപ്പദാസിനെ അറിയപ്പെടും. അങ്ങനെ ഒരു ഗംഭീര പേര് നമ്മുടെ BRM ഷഫീർ ഈ ചർച്ചയിലൂടെ ചാർത്തി കൊടുത്തു എന്നുള്ളത് ഗംഭീരമായിട്ടുള്ള കാര്യമാണ്. കുടുംബ പ്രശ്നമാണെങ്കിലും നമ്മൾ പുറത്തു നിന്ന് പീക്ക് ലെവൽ സാറ്റിസ്ഫാക്ഷനിലൂടെ ഇത് കണ്ട് ആനന്ദിക്കുക എന്നത് മാത്രമാണ് നമ്മുടെ ദൗത്യം.